ഹലോ, ഞങ്ങളുടെ കുഞ്ഞു ഫിഷിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ പ്രൊഫഷണൽ ആംഗ്ലേഴ്സ് ഒന്നും അല്ല, എന്നാലും ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുണ്ട്. കിട്ടിയാ? ഓ, ചെറുത് ബാസോ? ആ, ശരിയാ. അങ്ങനെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഫിഷ് കിട്ടി. സ്മോൾ മൗത്ത് ബാസ് എന്നാണ് ഇതിനിവിടെ അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ വന്ന് ഫിഷിംഗ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയിട്ടുള്ള ഒരു ഫിഷാണ് ഈ സ്മോൾ മൗത്ത് ബാസ്. അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചു വിടാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതായത് ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഒരു ഫിഷിംഗ് റോഡൊക്കെ കൊണ്ട് ഇറങ്ങി. പക്ഷേ എനിക്ക് ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി എനിക്ക് വേംസ് എങ്ങനെയാണ് നമ്മൾ ഇട്ട് പിടിക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. നാട്ടിലെ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വേറെയാണ് നമ്മളിത്, പക്ഷേ നാട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ $6 കൊടുക്കണം ഒരു ബോക്സ് വരയ്ക്ക്. അതെ, ഈ ബോക്സിൽ കിട്ടുന്നത് ജൊമൈക്കൻ ഇരകള്. ഞങ്ങളുടെ രണ്ടാമത്തെ മീനും കിട്ടിയിരിക്കുകയാണ്. അതും ബാസേ ഉള്ളൂ. ഞങ്ങൾക്ക് വീണ്ടും ബാസാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ വിഷമം ഞങ്ങളുടെ മുഖത്തും ഞങ്ങളുടെ സംസാരത്തിലും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതായത് കാനഡയിൽ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫിഷിംഗ് തുടങ്ങിയതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ഫിഷാണ് ഈ സ്മോൾ മൗത്ത് ബാസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷം എനിക്കും ചെറിയൊരു ബൈറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ എന്താണ് ബൈറ്റ് എന്നറിയാൻ വേണ്ടി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് ഉണ്ടായിട്ട് വേറെ ബാസൊക്കെ കിട്ടി. അതൊക്കെ അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ബൈറ്റ് കിട്ടി. ഞാനും ഭയങ്കര സന്തോഷത്തിൽ ഞാനും തിരിച്ച് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതും ബാസ് ആണെന്നുള്ളത്. കാരണം ബാസിൻ്റെ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഊഹം ശരിയായിരുന്നു. അതും ഒരു ബാസ് തന്നെയായിരുന്നു. പക്ഷേ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ഒരേ സൈസിലെ ബാസാണ്, സ്മോൾ സൈസ്. അത് മീഡിയം അല്ല, ചെറിയ ബാസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളങ്ങനെ അവനെയും റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ പോവാണ് ഗൈസ്. അടുത്ത സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആദ്യത്തെ വ്ലോഗായ കാരണം എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞു തുടങ്ങണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ശരിക്കും ഞാൻ ഗൈസ് എന്ന് വിളിച്ചപ്പോൾ അത് മാറ്റി വേറെന്തെങ്കിലും പറയണം എന്നൊക്കെയാണ് ഉണ്ണേട്ടൻ അവിടെ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു തുടങ്ങാം എന്നൊക്കെ. വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഫിഷിംഗ് വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്.